ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആദീസ് വ്ലോഗ്സ്. അപ്പോൾ ഇന്നൊരു എണ്ണ കാച്ചൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മുടി സമൃദ്ധമായിട്ട് വളരാനും മുടിയിലെ താരനും അകാല നരയൊക്കെ മാറി മുടി നല്ല തഴച്ച് വളരാനായിട്ട് ഞാൻ ഈ എണ്ണയാണ് വർഷങ്ങളോളം പുരട്ടുന്നത്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു എണ്ണ നാടൻ ഔഷധ സസ്യങ്ങളായ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പുറമേ ഒന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നല്ല വെയിലായതുകൊണ്ട് തന്നെ കയ്യോന്നി ഇല അല്ലെങ്കിൽ ബൃങ്ക ഇല കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും എണ്ണ കാച്ചുമ്പോൾ കൈതോന്നി ഇലയിട്ടാണ് എണ്ണ കാച്ചാറുള്ളത്. അപ്പോൾ ഇപ്പോൾ വേനൽ സമയം ആയതുമ്പോൾ വേനൽ സമയത്ത് കിട്ടാറില്ല പൊതുവെ. ഈ സമയത്തൊക്കെ മാക്സിമം ബൃങ്ക ഇല ഇട്ട് തന്നെയാണ് എണ്ണ കാച്ചുന്നത്. ഇപ്പോൾ നമുക്കിതാ പൂവാങ്കുരുന്നില എടുത്തിട്ടുണ്ട്. പൂവൻകുരുന്നിലയുടെ ഉപയോഗങ്ങൾ എല്ലാവർക്കും അറിയാം. ഏറ്റവും ഗുണങ്ങളുള്ള, നമുക്ക് അകത്ത് കഴിക്കാനും നമുക്ക് മുടിയിൽ സമൃദ്ധമായിട്ട് വളരാനും നമ്മുടെ പൊതുവേ പറയാൻ നമ്മുടെ ആ ചൂട് മാറ്റി തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പൂവാങ്കുരുന്നില ബെസ്റ്റാണ്. പനി, ജലദോഷം, നീർക്കെട്ട് എല്ലാം മാറാനായിട്ട് പൂവാങ്കുരുന്നില ഇട്ട് എണ്ണ കാച്ചി ഉപയോഗിക്കാം. പിന്നെ കൃഷ്ണ തുളസിയില താരൻ മാറാനും മുടി കറുക്കാനും നമ്മുടെ പേൻശല്യമൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് ഉപയോഗിക്കുന്നതാണ് കൃഷ്ണ തുളസിയില. പിന്നെ അലോവേറ കറ്റാർവാഴ, നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തുള്ള കറ്റാർവാഴയാണ്. ഇത് രണ്ട് സൈഡിലെയും മുള്ളെല്ലാം കളഞ്ഞിട്ട് കഷ്ണങ്ങളായിട്ടെടുത്ത് നമുക്ക് എണ്ണയിൽ അരച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ കറ്റാർവാഴ ഉപയോഗിക്കുന്നത് നമുക്ക് നല്ല കറുപ്പ് നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ മുടി സമൃദ്ധമായിട്ട് വളരാനും കറുപ്പ് നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് കറ്റാർവാഴ ഉപയോഗിക്കുന്നത്. പിന്നെ എല്ലാവർക്കും അറിയാം, ചെമ്പരത്തി നമ്മൾ താളിയായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ചെമ്പരത്തി ഇലയും ചെമ്പരത്തി പൂവും അത് നമ്മുടെ മുടിക്ക് നല്ല സമൃദ്ധമായിട്ട് വളരാൻ സഹായിക്കുന്നതാണ് ചെമ്പരത്തിപ്പൂ. അപ്പോൾ ഇത് അടുക്ക് ചെമ്പരത്തിയാണ്. പിന്നെ ചേർക്കുന്നത് പേരയിലയാണ്. പേരയിലയുടെ തളിർ പേരയിലയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് പേരയില നമുക്ക് വെള്ളത്തിലിട്ട് ആ വെള്ളം നമുക്ക് മുടി കഴുകാൻ യൂസ് ചെയ്യാം. നന്നായിട്ട് മുടി വളരും. ഇപ്പോൾ ഇത് ഞാൻ എണ്ണയിൽ തളിരല്ല, പേരയിലയുടെ തളിരിലയാണ് അരിഞ്ഞിട്ട് അരച്ചെടുക്കുന്നത്. അലർജീസ് എല്ലാം മാറ്റാനും ബെസ്റ്റാണ്. തലയോട്ടിലുള്ള ചൊറിച്ചിൽ, പുകച്ചിലെല്ലാം മാറ്റി നന്നായിട്ട് മുടി വളരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പേരയില. അപ്പോൾ ഇത്രയും സാധനങ്ങളായിട്ടാണ് ഞാൻ അത് ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുകൂടാതെ ഉലുവയും ചേർക്കുന്നുണ്ട്. ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്ത് ഇതിൽ കൂടെ അരച്ച് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കറ്റാർവാഴ ജെല്ല്, ഇതുപോലെ ജെല്ല് മാത്രമായിട്ട് ഇളക്കിയെടുത്ത് നമുക്ക് യോജിപ്പിച്ച് അരയ്ക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് വേണമെങ്കിലും യോജിപ്പിക്കാം. സൈഡിലുള്ള മുള്ള് മാത്രം എടുത്ത് കളഞ്ഞാൽ മതിയാകും. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം ചേർക്കരുത്. ഇത് മാത്രം ഇട്ട് നമ്മുടെ അലോവേറ ജെല്ലീസൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അതിൽ ഹിബിസ്കസിൻ്റെ ഇലയൊക്കെ നന്നായിട്ട് പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ സഹായിക്കും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വേണം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഔഷധ സസ്യങ്ങളുടെ ഈ ഗുണങ്ങളെല്ലാം കിട്ടണമെങ്കിൽ ഒരു അല്പം പോലും വെള്ളം ചേർക്കാതെ ഇത് മാത്രം ഇട്ട് അരയ്ക്കണം. അപ്പോൾ ഇതൊന്ന് ചതച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പം ഞാനൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ നീരെല്ലാം കിട്ടി നമുക്ക് എണ്ണയിൽ കുറേ നേരം നന്നായിട്ടിട്ട് തിളപ്പിച്ചതിന് ശേഷം മാത്രമേ ഇതിൻ്റെ ഗുണങ്ങളെല്ലാം എണ്ണയിലോട്ട് ഇറങ്ങത്തുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ഞാനൊന്ന് അരച്ചെടുക്കുകയാണ്. ഇനി അടുപ്പിലേക്കൊരു അടികട്ടിയുള്ള പാൻ വയ്ക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് ഒരു 20 മിനിറ്റ് വരെ നന്നായിട്ട് തിളപ്പിച്ചെടുത്താലേ ഇതിൻ്റെ ഗുണങ്ങളെല്ലാം നമ്മുടെ എണ്ണയ്ക്കകത്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ അതനുസരിച്ച് അടികട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം. ആ എണ്ണ ചൂടായതിനു ശേഷം ഞാനിവിടെ 250 മില്ലി വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ശുദ്ധമായ വെളിച്ചെണ്ണ, മില്ലിൽ നിന്ന് വാങ്ങിയ ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ്, 250 ml വെളിച്ചെണ്ണയിലാണ് ഇത്രയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതാ തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമ്മുടെ ഈ നന്നായിട്ട് പതയില്ലേ, പത ഒന്ന് മാറി നല്ല രീതിയിൽ കിട്ടുന്ന ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. ഒരുപാട് ഓവറായിട്ട് കരിഞ്ഞു പോകാനും പാടില്ല. അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതൊരു 20 മിനിറ്റ് നേരം കൈവിടാതെ നന്നായിട്ട് ഇളക്കി ഈ എണ്ണ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇതിൻ്റെ ഗുണങ്ങളെല്ലാം എണ്ണയിൽ പിടിക്കാനായിട്ട് ഇത്ര സമയം നമുക്ക് ചൂടാക്കണം. അത് ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഈ ഇലകളെല്ലാം പെട്ടെന്ന് ബ്രൗൺ കളറാവും. പക്ഷേ എണ്ണയിലേക്ക് ഇതിൻ്റെ ഗുണങ്ങളൊന്നും കിട്ടാറുമില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 20 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിനെ അരിച്ചു മാറ്റാം. ഇപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒന്ന് ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. എണ്ണ കാണുമ്പോൾ അറിയാം, നല്ല ഡാർക്ക് ഗ്രീൻ, നന്നായിട്ട് അതിൻ്റെ ഗുണങ്ങളെല്ലാം പിടിച്ചിട്ടുണ്ട്. ആ ഇലയില പച്ച കളറെല്ലാം നമുക്ക് എണ്ണയിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ഒരു പരുവമാകുമ്പോൾ അതിൻ്റെ പതയെല്ലാം മാറി
ഈ രൂപത്തിലാകുമ്പം നമുക്കിതൊന്ന് അരിച്ച് മാറ്റാം. അപ്പോൾ അരിക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ആ തിളച്ച ചൂടോടുകൂടി തന്നെ നമ്മളിതൊരു സ്റ്റീൽ പാത്രത്തിൽ അല്ലെങ്കിൽ അലുമിനിയം പാത്രത്തിൽ, ഏത് പാത്രത്തിൽ നമുക്ക് ചൂടെണ്ണ ഒഴിക്കാൻ പറ്റുന്നൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കുക. അപ്പോൾ നമുക്ക് മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പ പാടില്ല, എങ്കിൽ അത് ഉരുകിപ്പോവും. ഇത് സ്റ്റീലിൻ്റെ അരിപ്പയാണ്. നമ്മൾ സ്റ്റീൽ പാത്രത്തിലോട്ട് ആ തിളച്ചതോടുകൂടി തന്നെ ഒന്ന് മാറ്റി വയ്ക്കണം. ഇല്ലയെന്ന് വെച്ചാൽ ഇതിൻ്റെ എണ്ണ അത്രയും നമ്മുടെ ഈ നാരിൽ എല്ലാം പിടിച്ചിരിക്കും. അപ്പോൾ നമുക്കത് പിഴിഞ്ഞാലും അത് തണുത്തതിന് ശേഷം മാറ്റിക്കഴിഞ്ഞാൽ ആ എണ്ണ മാക്സിമം അതിലോട്ട് പോകും. അപ്പോൾ ചൂടോടുകൂടി തന്നെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ മാക്സിമം എണ്ണ കിട്ടും. അപ്പോൾ അത് 250 ml, ഇപ്പോൾ 50 ml കുറഞ്ഞിപ്പോൾ 200 ml ആയിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ഇതുപോലെ വറ്റിച്ചെടുത്താലേ അതിൻ്റെ ഗുണങ്ങൾ അതിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ സമൃദ്ധമായിട്ട് മുടി വളരാനും താരൻ മാറാനും നമ്മുടെ മുടിയുടെ അകാല നരയെല്ലാം മാറ്റാനും മുടി സമൃദ്ധമായിട്ട് വളർന്ന് വേറെ തലയോട്ടിൽ ചൊരിച്ചിലോ നീർക്കെട്ടോ ഒന്നും വരാതെ ജലദോഷവും പനിയൊന്നും വരാതിരിക്കാൻ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ പൈസ കൊടുത്ത് പുറത്തുനിന്ന് ചെറിയ അളവിലുള്ള എണ്ണ നല്ല വില കൊടുത്ത് വാങ്ങുന്നതിനേക്കാളും നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ഇത്രയും ഔഷധ ഗുണങ്ങളുള്ള സസ്യങ്ങൾ ഒന്ന് പറിച്ചെടുത്ത് ചതച്ച് അതിൻ്റെ നീരെടുത്ത് എണ്ണയിലിട്ടൊന്ന് തിളപ്പിച്ചാൽ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരു സ്കിന്നിൽ യാതൊരു അലർജിയും ഇല്ലാതെ മുടി സമൃദ്ധമായിട്ട് വളരാൻ ഇത് മാത്രം മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് രേഖപ്പെടുത്തണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനിയും വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.